പത്തനംതിട്ടയിൽ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയേറ്റ 13-കാരി മരിച്ചു എന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണ് എന്ന് പിതാവ് പറഞ്ഞു. ഡിസംബർ 13-നാണ് ഭാഗ്യലക്ഷ്മിയെ നായ കടിച്ചത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ പൂർത്തിയാക്കി. ഏപ്രിൽ 9-നാണ് കുട്ടി മരിച്ചത്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ജയശങ്കർ, ഇത്രയും ദീർഘകാലയളവിന് ശേഷം ആ കുട്ടി മരിച്ചു, അത് പേവിഷബാധ ഏറ്റാണ് എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ആരോഗ്യവകുപ്പോ ആശുപത്രിയോ അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? അതായത് വിജയകുമാർ, കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഈ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി പത്നിയായ 13-കാരിക്ക് വളർത്തുനായയുടെ കടിയേൽക്കുന്നത്. ഈ കടിയേറ്റ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വാക്സിൻ എടുക്കുകയും ചെയ്തു. പിന്നീട് ഏപ്രിൽ മാസത്തിലാണ് ഈ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ. ഏപ്രിൽ 3-നാണ് കുട്ടിക്ക് വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങിയത്. ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെ നേരിട്ടു. അതിനുശേഷം വിവിധ ആശുപത്രികളിൽ ചികിത്സ നൽകി. അങ്ങനെ ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഏപ്രിൽ 9-ന് പ്രവേശിപ്പിച്ചു. അങ്ങനെ ഏപ്രിൽ 9-ന് ഈ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്നതിനിടയിലാണ് കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഈ കൃത്യമായി വാക്സിൻ നൽകിയിട്ടും ഈ 13-കാരിയുടെ ജീവൻ രക്ഷിക്കാനായില്ലെന്ന ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് ഈ വാക്സിൻ അടക്കം കാര്യത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു. ഒപ്പം തന്നെ ഈ കാര്യം ബന്ധപ്പെട്ട പഞ്ചായത്തിന് ഉൾപ്പെടെ അറിയിച്ചു. പക്ഷേ ആ കാര്യത്തിൽ പോലും കൃത്യമായി വാക്സിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുക പോലും ചെയ്തില്ലെന്നാണ് പിതാവ് പറയുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ മരണം ഉണ്ടായി ഒക്കെ ശേഷം ഇത്തരത്തിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വാക്സിൻ എടുക്കണം എന്നൊരു നിർദ്ദേശം പഞ്ചായത്തിൻ്റെയും മറ്റും ഭാഗത്തു നിന്ന് വന്നുവെന്ന് ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ പബ്ലിക് ഹെൽത്ത് ലാബിലെ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹെൽത്ത് ലാബിലെ പരിശോധനയിലാണ് കുട്ടിക്ക് പേവിഷബാധ ഏറ്റാണ് ഈ മരണം എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അമൃത ആശുപത്രിയും ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ നടത്തിയ കൊച്ചിയിലെ ആശുപത്രിയും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഇനി DMO തലത്തിൽ ഇത് ഔദ്യോഗികമായ ഒരു സർക്കാർ തലത്തിൽ DMO സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും തന്നെ ഈ കുട്ടിയുടെ മരണം, ഈ പത്തനംതിട്ടയിലെ 13-കാരിയുടെ മരണം പേവിഷബാധ മൂലം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ സംസ്ഥാനത്ത് ഇതിനെതിരെ കൃത്യമായ വാക്സിനേഷൻ ഉൾപ്പെടെ നൽകുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ കേസിൽ വാക്സിനുകളെല്ലാം കൃത്യമായി എടുത്തതാണ്. അതിനുശേഷമാണ് ഡിസംബറിൽ കടിയേറ്റ ഏപ്രിലിൽ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ വിഷമമാണ്. കാരണം ഈ നായയുടെ കടിയേറ്റ ഘട്ടത്തിൽ പോലും കൃത്യമായി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഈ കടിച്ചത് തെരുവ് നായയല്ല വിജയകുമാർ, അത് ഓർക്കണം, വളർത്തുപട്ടിയാണ്. എന്നിട്ട് പോലും ആ പട്ടിയെ വളർത്തിയ വീട്ടുകാർക്കെതിരെ പോലും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും കുടുംബം വളരെയധികം വൈകാരികമായി വലിയ വിഷമത്തിലാണ്. അവരുടെ മകളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവർ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു, പഞ്ചായത്ത് അധികൃതരുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ സർവത്ര വീഴ്ചകൾ ഉണ്ടായി. കൃത്യമായി തങ്ങളുടെ മകൾക്കൊരു ശ്രദ്ധ ലഭിച്ചില്ല. വാക്സിൻ എടുത്തിട്ട് പോലും മകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ സമ്പൂർണ്ണ ആരോഗ്യവകുപ്പിൻ്റെ ഒരു വീഴ്ച എന്നൊരു ആക്ഷേപമാണ് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ആരോഗ്യവകുപ്പിൻ്റെ DMO തലത്തിൽ ഉൾപ്പെടെ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. അതിൽ ഡിസംബർ 13-നാണ് ഭാഗ്യലക്ഷ്മി എന്ന കുട്ടിയെ നായ കടിച്ചത്. ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ എടുത്തു. ഏപ്രിൽ 9-ന് കുട്ടി മരിക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ അത് പ്രതിരോധ വാക്സിൻ ഫലം കണ്ടില്ല, അത് എടുത്തിട്ടും പേവിഷബാധ ഏറ്റ് തന്നെയാണ് കുട്ടി മരിച്ചത് എന്ന് ബന്ധുക്കൾ ആരോപിക്കുകയാണ്. അതിൽ ആരോഗ്യവകുപ്പിന് എന്താണ് പറയാനുള്ളത്? ഔദ്യോഗിക വിശദീകരണം എന്തെങ്കിലും നൽകാനുണ്ടോ എന്ന് ഇനി അറിയേണ്ടതുണ്ട്.